ഫ്രാൻസിസ് ജോർജ് എംപിയുടെ വഖഫ് ഭേദഗതി ബില്ലുമായുള്ള അനുകൂല സമീപനം അദ്ദേഹത്തിനൊപ്പം ഷിനോജ് ഉണ്ട്. ഷിനോജ്, അദ്ദേഹം ആ നിലപാട് മുനമ്പം വേദിയിലാണ് പ്രഖ്യാപിച്ചത് എന്നത് വളരെ പ്രധാനമാണ്. അതിനുശേഷം നേരത്തെ നമ്മളുമായി സംസാരിച്ച അബു ജോസഫ് അക്കാര്യം ശരിവയ്ക്കുകയും പാർട്ടിയുടെ നിലപാട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് പറയുകയും ചെയ്തതാണ്. എന്താ കാര്യങ്ങൾ അദ്ദേഹം കൂടുതലായി വിശദീകരിക്കുന്നുണ്ട്? രതീഷ, കഴിഞ്ഞ ദിവസമാണ് മുനമ്പത്ത് വെച്ച് അത്തരത്തിലുള്ള ഒരു പ്രസംഗം ഫ്രാൻസിസ് ജോർജ് എംപിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇപ്പോൾ ഫ്രാൻസിസ് ജോർജ് തന്നെ നമുക്ക് ചേരുകയാണ്. ആ പ്രസംഗം കൃത്യമായ രീതിയിൽ ആലോചിച്ച് ഉറപ്പിച്ച് നടത്തിയ പ്രസംഗം തന്നെയാണോ? അല്ല, അതിനകത്ത് നേരത്തെ ഈ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണല്ലോ. ഇതിപ്പം അതായത് മുനമ്പത്ത് സമരം 100 ദിവസം കഴിഞ്ഞ് 101 ദിവസത്തിലെത്തിയപ്പോഴാണ് എന്നെ വിളിച്ച് ഞാൻ അവിടെ ചെന്നത്. മുനമ്പത്തെ വിഷയമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നം എല്ലാവർക്കും ഇന്നും വളരെ വ്യാപകമായിട്ട് ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. അതിനകത്ത് കേരളത്തിലെ എല്ലാ കക്ഷികളും അവർക്ക് അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അവരെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ വന്നിരുന്നു, അവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉണ്ടായിരുന്നു, പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസ് പാർട്ടിയിലെ എല്ലാ മുതിർന്ന നേതാക്കന്മാരും, ഞങ്ങൾ തന്നെ ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ പോയിരുന്നു, മറ്റ് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരും എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് മുനമ്പത്തെ ജനങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ന്യായമായിട്ടുള്ളൊരു ആവശ്യമാണ്. തലമുറകളായി അവരോട് ജീവിക്കുന്നവരാണ്, അവർ സംരക്ഷിക്കപ്പെടണം. അതിനകത്ത് വഖഫ് ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു നീക്കം വന്നിട്ടുള്ളത് അതിനകത്തൊരു പുനർചിന്തനം ആവശ്യമാണ് എന്നുള്ള നിലപാടാണല്ലോ എല്ലാവരും പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എന്താണെങ്കിലും പാർലമെൻറ്റിൽ ഇങ്ങനൊരു നിയമം വരാൻ പോവുകയാണ്. ഇപ്പോൾ JPCക്ക് വിട്ടു, JPCയുടെ റിപ്പോർട്ടോടുകൂടി ആ നിയമം ചർച്ചയ്ക്ക് വരും. അപ്പോൾ 2 കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നത് നന്നായിരിക്കും. ഭാവിയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ചതും പറഞ്ഞത്. അതായത് 2 കാര്യങ്ങളാണ്. ഒന്ന്, പ്രസംഗത്തിലൊരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് അത് പാർലമെന്റ് എത്തുന്ന സമയത്ത് താങ്കൾ അതിനെ അനുകൂലിക്കും എന്നതായിരുന്നു ആ പ്രസംഗം. അങ്ങനെയല്ല, അനുകൂലിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ അർത്ഥം. എന്താണ് ഞാൻ കൊണ്ടുവരുന്ന ആ നിയമം എന്തൊക്കെ വ്യവസ്ഥകളോടെയാണ് വരുന്നത് നമുക്ക് ഇന്നും വ്യക്തമല്ല. അപ്പോൾ അതിനകത്ത് ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകളുണ്ടാവുമോ എന്നാന്നുള്ളത് ഒന്നും ക്ലിയർ ആയിട്ടില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ അതിനെ നമ്മൾ ബ്ലൈൻഡായിട്ട് അനുകൂലിക്കും എന്ന് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുമില്ല. അതിപ്പോൾ ഈ 2 കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് അങ്ങനെ ആ നിയമത്തിനകത്ത് അങ്ങനെ ഒരു പരാമർശം വന്നു കഴിഞ്ഞാൽ അതിനെ നിയമത്തെ അനുകൂലിക്കുന്നതല്ല എൻ്റെ അർത്ഥം. ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. ഞാൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധി UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗം. ഈ 3 തരത്തിൽ ഞാൻ UDF ഇന്ത്യ ബ്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. ഇന്ത്യ ബ്ലോക്കും UDF എടുക്കുന്ന ഒരു നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി, ആത്യന്തികമായി ഒരു വ്യത്യസ്തമായ നിലപാട് ഞാൻ ഒരിക്കലും എടുക്കില്ല. അങ്ങനെ എനിക്ക് എടുക്കാനും കഴിയില്ല, എടുക്കുന്ന പ്രശ്നവുമില്ല. പക്ഷേ പാർലമെൻറ്റിൽ വിവിധ വിഷയങ്ങൾ വരും, വിവിധ നിയമനിർമ്മാണം വരും. അതിൽ നമ്മൾ അഭിപ്രായങ്ങൾ പറയുമല്ലോ. ആ നിയമം എങ്ങനെ മെച്ചപ്പെടുത്താം, അല്ലെങ്കിൽ അത് എന്താണ് രാജ്യത്ത് ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും അവരവരുടേതായ അഭിപ്രായങ്ങൾ പറയും. അതിനകത്ത് 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഏകപക്ഷീയമായോ അല്ലെങ്കിൽ ഒരു സുതാര്യമല്ലാത്ത ഒരു രീതിയിൽ വഖഫ് ബോർഡിൻ്റേതായിട്ടൊരു തീരുമാനം ഉണ്ടാകാൻ പാടില്ല. അതിനൊരു വ്യവസ്ഥ വേണം. ഇന്നിപ്പോൾ മുനമ്പത്തെ പ്രശ്നം അങ്ങനെയാണല്ലോ, അതാണല്ലോ തർക്കം. വഖഫ് ബോർഡ് ഇങ്ങനെ തീരുമാനം എടുത്തു, ഞങ്ങളിങ്ങനെ ഒന്നുമല്ലാത്ത സ്ഥിതിയിലായി എന്നുള്ളതാണ് പ്രശ്നം. ഭാവിയിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകരുത്. അപ്പോൾ അത് സംബന്ധിച്ചൊരു വ്യവസ്ഥ വേണം. വഖഫ് ബോർഡ് ഒരു പ്രഖ്യാപനം നടത്തിയാൽ ഉടൻ തന്നെ അത് വഖഫ് പ്രോപ്പർട്ടിയായി മാറുന്നു എന്നുള്ളൊരു രീതി പാടില്ല. നമ്മളത് കൃത്യമായിട്ട് അതിന് ഒരു വ്യവസ്ഥയോട് കൂടി സുതാര്യമായി കേൾക്കേണ്ടവരെല്ലാം കേട്ട് മാത്രമേ ഒരു തീരുമാനം തരും. ആ തീരുമാനത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം വന്നാൽ ഇപ്പോഴത്തെ നിലയ്ക്ക് വഖഫ് ട്രിബ്യൂണലാണ് പോകാവുന്നത്. ട്രിബ്യൂണലിൽ എങ്ങനെ ഒരു തീരുമാനം വന്നാൽ ഏതാണ്ട് അത് അന്തിമമായി എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. ഈ രാജ്യത്തെ ഒരു സാഹചര്യം, പ്രത്യേകിച്ച് മുനമ്പത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് കോടതികളിൽ പോകാൻ കൂടി അന്തിമമായിട്ടൊരു കോടതിയുടെ ഒരു വിധി തീർപ്പിന് അങ്ങനെയുള്ള തീരുമാനങ്ങൾ പോകേണ്ടതാണ് എന്നുള്ളൊരു അഭിപ്രായം. അപ്പോൾ പിന്നെ വളരെ സുതാര്യമായി. താങ്കളുടെ പ്രസംഗം വളച്ചൊടിച്ചു എന്നാണ് വളച്ചൊടിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. അവരത് മനസ്സിലാക്കിയതിന് വന്ന അപാകതയായി. ഈ പ്രസംഗത്തിന് താങ്കളുടെ പ്രസംഗം ഈ വഖഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് പാർലമെന്റിൽ താങ്കൾ അനുകൂലിക്കുന്നു. ഇന്ത്യ ബ്ലോക്കിന് ഉൾപ്പെടെ ഇന്ത്യ ബ്ലോക്ക് മുന്നണി ഇത്തരത്തിൽ അതിനെ എതിർത്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് അതാണ് വഖഫ് ബില്ല് മൊത്തത്തിൽ ഞാൻ അനുകൂലിക്കുമെന്നോ ഞാൻ അതിന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നോ അങ്ങനെയല്ലോ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ ഈ 2 കാര്യങ്ങൾ കേരള കോൺഗ്രസിന്റെ നിലപാട് ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കേരള കോൺഗ്രസിന്റെ നിലപാട് ഇതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഈ 2 കാര്യങ്ങൾ, ഒന്ന്, സുതാര്യമായ ഒരു നടപടിക്രമത്തിലൂടെ മാത്രമേ വഖഫ് ബോർഡിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകാവൂ. 2, ആ തീരുമാനത്തിൻ്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാൽ ട്രിബ്യൂണലും കഴിഞ്ഞ് ഒരു അപ്പീൽ പ്രൊവിഷൻ വേണം. നമുക്കൊരു അപ്പീൽ കോടതിയിൽ പോകാനുള്ള വ്യക്തമായ ഒരു വ്യവസ്ഥ കൂടി വേണം. അപ്പോൾ ഈ 2 വ്യവസ്ഥകളും വന്നാൽ ഈ രാജ്യത്തെ സാധാരണ രീതി അതല്ലേ, ഒരു നീതി ഉറപ്പാക്കുക, ഒരു നീതിന്യായ വ്യവസ്ഥയ്ക്ക് വിധേയമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു തീർപ്പാവുക. അതല്ലാതെ ഒരു എന്താ പറയുക, ഒരു തരത്തിലും നമ്മുടെ ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു അവകാശമാണ്, ബേസിക് അവകാശമാണ്.
ആ അവകാശത്തിനൊരു കോട്ടം തട്ടുന്ന ഒരു നിലപാട് സ്വീകരിക്കരുത്. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അതല്ലാതെ ഞാൻ ഈ നിയമത്തിലിപ്പോൾ ഒരു വ്യവസ്ഥ പറഞ്ഞു കേൾക്കുന്ന ഒരു വ്യവസ്ഥ എന്താണ്, മുസ്ലിം സമുദായത്തിൽപ്പെടാത്തവരെയും വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തണം. ഒരു കാരണവശാലും അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ വേറെ ബോർഡുകളിലൊന്നും പെടുത്തുന്നില്ലല്ലോ. അതിനെയൊക്കെ ഞങ്ങൾ അന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞത് പാർലമെൻറ്റിൽ ഇതിൻ്റെ അവതരണ വേളയിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞതിനൊരു പോയിന്റ് ഇതാണ്, മറ്റ് മതസ്ഥരെ ഇതിനകത്ത് ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ വഖഫ് പ്രോപ്പർട്ടി അന്യാധീനപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ അത് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. അപ്പോൾ വഖഫ് എന്നുള്ള ആ സംവിധാനത്തെ എന്ന് വെച്ചാൽ എന്തിനു വേണ്ടിയിട്ടാണ് വഖഫ്? അത് ചാരിറ്റി പർപ്പസിന് വേണ്ടിയിട്ടാണ്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള ഒരു തടസ്സവും ഉണ്ടാക്കാതെ അതിനെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ തർക്കങ്ങൾ ഒഴിവാക്കി പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ അടുത്തൊരു പൊതു നിലപാട്. അതിനെപ്പോൾ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ടാവും. ആരെന്ത് വ്യാഖ്യാനിച്ചാലും ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, എനിക്കതിനകത്ത് വേറെ യാതൊരു ഉദ്ദേശങ്ങളും, ഈ 2 കാര്യങ്ങൾ മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ബ്ലോക്കിൻ്റെയും UDFൻ്റെയും ഭാഗം എന്നുള്ള നിലയിൽ എൻ്റെ പാർട്ടിയും ഞാനും ഒരു പൊതു നിലപാടിനനുസരിച്ച് മാത്രമേ ഈ ഒരു നിലപാട് സ്വീകരിക്കുള്ളൂ. പക്ഷേ നമുക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ പറയാമല്ലോ, അത് നമ്മൾ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. അല്ലാതെ ബില്ല് പാർലമെന്റ് വരുന്ന സമയത്ത് എതിർക്കുമോ അതിന് പിന്തുണയ്ക്കുമോ? അതെന്താണ് വരട്ടെ, ബില്ലിൻ്റെ വിശദാംശങ്ങൾ അറിയട്ടെ. ബില്ലിൽ എന്തൊക്കെയാണ് വരുന്നത്? എതിർക്കേണ്ടതിന് എതിർക്കും, യാതൊരു സംശയ കാര്യത്തിലില്ല, ഒരു സംശയമില്ല. എതിർക്കേണ്ട ഇപ്പം മറ്റു മതസ്ഥരെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതിന് ഞങ്ങൾ എതിർക്കും. ഒരു കാരണവശാലും അതിൻ്റെ ആവശ്യമില്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിലവിലുള്ള വഖഫ് പ്രോപ്പർട്ടികൾ. ഫ്രാൻസിസ് ജോർജ് കൂടുതൽ വിശദീകരണവുമായി രംഗത്ത് വരികയാണ്. മാതൃഭൂമി ന്യൂസുമായി അദ്ദേഹം സംസാരിക്കായിരുന്നു. മുനമ്പത്തെ സമരവേദിയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ ചുവട് പിടിച്ച് പുതിയ ചർച്ചകൾക്ക് തുടക്കമാകുന്നതിനിടയിലാണ് ഫ്രാൻസിസ് ജോർജ് ഇപ്പോൾ വിശദീകരണം നൽകുന്നത്. ഫ്രാൻസിസ് ജോർജിന്റെ വിശദീകരണം എന്ത്, ഈ ബില്ലിനെ പൂർണ്ണമായി അനുകൂലിക്കും എന്നല്ല താൻ പറയാൻ ഉദ്ദേശിച്ചത്. മുനമ്പംകാരുടെ പ്രശ്നം അത് ജെനുവിനാണ്. ആ വിഷയത്തിൽ മുനമ്പം സമരക്കാർക്ക് ഒപ്പമാണ്. ആ വിഷയം അത് പാർലമെന്റിൽ ഉന്നയിക്കുമെന്നാണ് പറയാൻ ഉദ്ദേശിച്ചത് എന്നതാണ്. അങ്ങനെ വിശദീകരണമാണ് ഇപ്പോൾ ഫ്രാൻസിസ് ജോർജിന്റെ ഭാഗത്തുനിന്ന്. അബു ജോസഫ് കൂടി അത് കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടി വരും തോന്നുന്നു. ഈ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പുതിയ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ